ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSC യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളായി 18/4/2026 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ നടക്കുകയുണ്ടായി. അതിൽ PSC ചോദിച്ച മലയാളം ചോദ്യങ്ങളെ നമുക്കിന്ന് ഇവിടെ പരിചയപ്പെടാം. ആദ്യത്തേത് ശരിയായ പദമേത് എന്നതായിരുന്നു. അതിൽ ഓപ്ഷൻസ് തന്നിരുന്നത് ഐകമത്യം, ഐക്യമത്യം, ഐക്യമദ്യം, ഐക്യമത്യം എന്നിങ്ങനെയായിരുന്നു. ഇത് നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ശരിയായ പദം എന്ന വീഡിയോയിൽ ഐകമത്യം എന്നതാണ് ശരി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയായ പദം ഓപ്ഷൻ എ ആണ്, ഐകമത്യം. ഐകമത്യം എന്നാണ് പറയുക. ഐകമത്യം എന്നതാണ് ശരിയായ പദം. മറ്റുള്ള കുറച്ച് ശരിയായ പദങ്ങൾ PSC മുൻവർഷങ്ങളിൽ ചോദിച്ച പദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതിഥി, അതിഥി, സ്രഷ്ടാവ്, യാദൃച്ഛികം, ഹാർദം, വിമ്മിട്ടം. ഈ പദങ്ങളിലെ അക്ഷരങ്ങളെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അതിഥി, സ്രഷ്ടാവ്, യാദൃച്ഛികം, ഹാർദം, വിമ്മിട്ടം. ഇതൊക്കെ മുൻവർഷങ്ങളിൽ PSC ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, എ ബേർഡ്സ് ഐ വ്യൂ. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം ഏത്? ഓപ്ഷൻസ്: ഒരു പക്ഷി വീക്ഷണം, ഒരു വിഹഗ വീക്ഷണം, ഒരു പക്ഷിയുടെ കാഴ്ച, പക്ഷിയുടെ കണ്ണിലൂടെ. ചോദ്യം എ ബേർഡ്സ് ഐ വ്യൂ എന്നതായിരുന്നു. അതായത് ഒരു പക്ഷിയെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോ ഒരു വിഹഗ വീക്ഷണം എന്നതാണ് ശരിയായ പദം. ഒരു പക്ഷി വീക്ഷണം എന്നതിനേക്കാൾ നല്ല കൃത്യമായ മലയാള വാക്യം ഒരു വിഹഗ വീക്ഷണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായ പദം. ഒരു വിഹഗ വീക്ഷണം. വിഹഗം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്. ആകാശത്തിലൂടെ ഗമിക്കുന്നത് അതാണ് വിഹഗം. വിഹഗം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന്റെ ശരിയായ പദം ഒരു വിഹഗ വീക്ഷണം എന്നതാണ്. മറ്റൊരു ചോദ്യം ചേർത്തെഴുതുകയാണ്. ചേർത്തെഴുതുക എന്നതിന് ചോദ്യമായി തന്നത് എൻ അധികം കിൽ എന്നതാണ്. എൻ അധികം കിൽ എന്നത് ചേർത്തെഴുതിയാൽ എന്താണ് വരിക? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. എങ്കിൽ, എൻകിൽ, എന്നിൽ, എങ്കൽ എന്നിങ്ങനെയായിരുന്നു. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? എൻ അധികം കിൽ, എങ്കിൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് എ ആണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായത്. മറ്റു കുറച്ച് ചേർത്തെഴുത്തുകൾ നമുക്ക് നോക്കാം. നീ അധികം കൾ, നിങ്ങൾ. ഇത് PSC ചോദിച്ചവയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൺ അധികം 100, 800. ആ അധികം അൾ, അവൾ. ആ അധികം അൻ, അവൻ. ചെം അധികം താമര, ചെന്താമര. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം, നപുംസകം, ബഹുവചനങ്ങള് പലതും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പൂജക ബഹുവചനം, നപുംസക ബഹുവചനം, സാധാരണ ബഹുവചനം അല്ലെ, അവയൊക്കെ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. പൂച്ചകൾ, വൈദ്യർ, മരങ്ങൾ, അമ്മമാർ. ഓപ്ഷൻസിലെ നമുക്ക് പൂജക ബഹുവചനം, ആദരവോടുകൂടി നമ്മൾ പറയുന്ന ബഹുവചന വാക്ക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. പൂജക ബഹുവചനം. പൂജക ബഹുവചനത്തിന് ഈ ഉദാഹരണങ്ങളിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ ശരിയായത് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യർ. മറ്റ് കുറച്ച് പൂജക ബഹുവചനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇവയൊക്കെ നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. താങ്കൾ, സ്വാമികൾ, നിങ്ങൾ, ദ്രോണർ, ഭാഗവതർ. ഇവയൊക്കെ എന്താണ്? പൂജക ബഹുവചനങ്ങളാണ്. അടുത്ത ചോദ്യം, നദി എന്നർത്ഥം വരുന്ന പദമേത്? നമ്മൾ പര്യായ പദങ്ങൾ എന്ന വീഡിയോയിൽ ഈ നദിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നദി എന്നർത്ഥം വരുന്ന പദമേത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വാരിധി, തടിനി, മേദിനി, പഞ്ചമി എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ നദി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? തടിനിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. തടിനി. തടിനി എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം. ഇനി വാരിധി.
വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. വാരിജം, വാരി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, വെള്ളത്തിൽ ജനിച്ചവൾ. വാരിജം എന്ന് പറഞ്ഞാൽ താമരയാണ്. വാരിദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അതുപോലെ മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമി, അവനി എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ഖണ്ഡനം. ഖണ്ഡനം എന്നതിൻ്റെ വിപരീത പദമേത്? ഖണ്ഡനം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. അഖണ്ഡനം, മണ്ഡനം, അഖണ്ഡം, നിഖണ്ഡം. ഇതിൽ ഖണ്ഡനം എന്നതിൻ്റെ വിപരീത പദം മണ്ഡനം എന്നതാണ്. അടുത്തത് രണ്ട് തലയും കൊളുത്തുക. ഈ ശൈലിയുടെ അർത്ഥമേത്? രണ്ടു തലയും കൊളുത്തുക എന്ന ശൈലിക്ക് നമുക്ക് അർത്ഥം കണ്ടെത്താം. ഒന്നാമത്തെ ഓപ്ഷൻ മരണക്രിയ ചെയ്യുക, മറ്റൊന്ന് അഹങ്കാരം പറയുക, പിന്നീട് ആജ്ഞാപിക്കുക, ഏഷണി പറയുക. ഇങ്ങനെയായിരുന്നു ഓപ്ഷൻസ്. ഇതിൽ രണ്ട് തലയും കൊളുത്തുക, അതായത് കലഹത്തിന് മൂർച്ച കൂട്ടുക എന്ന അർത്ഥത്തിൽ ഏഷണി കൂട്ടുക, ഓപ്ഷൻ ഡി ഏഷണി പറയുക എന്നതാണ് ശരിയായ പദം. മറ്റൊന്ന് ശരിയായ വാക്യമേത്? രാമനും രാജനും തമ്മിൽ പരസ്പരം കലഹമുണ്ടാക്കുന്നു. രാമനും രാജനും തമ്മിൽ പരസ്പരം കലഹിക്കാറുണ്ട്. രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. രാമനും രാജനും തമ്മിൽ പരസ്പരം കലഹിക്കാമോ? ഈ 4 ഓപ്ഷൻസും വായിച്ചു നോക്കുക. ഇതിൽ തമ്മിൽ, പരസ്പരം എന്ന 2 വാക്കുകൾ വേണ്ട. ഒന്നുകിൽ പരസ്പരം അല്ലെങ്കിൽ തമ്മിൽ, ഏതെങ്കിലും ഒന്ന് മതി. രണ്ടിനും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്. രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. അതായത് തമ്മിൽ എന്നും പരസ്പരം എന്നും 2 വാക്ക് ഒന്നിച്ചു വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. അടുത്തത് വിലമതിക്കാൻ വയ്യാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമേത്? ഒറ്റപ്പദം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അമൂല്യം, മൂല്യമറ്റത്, മൂല്യം, സമൂല്യം. ഇതിലെ വിലമതിക്കാൻ പറ്റാത്തത്, അമൂല്യ വസ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ വിലമതിക്കാൻ പറ്റാത്തത് എന്നതിന് ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അമൂല്യം എന്നതാണ് ശരിയായ ഒറ്റപ്പദം. അടുത്തത് സ്ത്രീലിംഗ ശബ്ദം ഏത്? ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഈ 4 ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീലിംഗ ശബ്ദം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. ഏതായിരിക്കും? മനുഷ്യൻ, പൊതുവാൾ, രാജ്ഞി, മകൻ എന്നീ 4 ഓപ്ഷൻസുകളിൽ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? രാജ്ഞി എന്നതാണ് അല്ലെ. രാജ്ഞിയാണ് സ്ത്രീ. സ്ത്രീയെ കുറിക്കുന്ന ഒരു പദമാണ് ഇത് രാജ്ഞി എന്നത്. ഇത്രയുമാണ് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങൾ. മറ്റുള്ള ബാക്കി 90 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.